ഇന്നത്തെ നമ്മുടെ ചോദ്യം ഡിവിഷനാണ്. 319.50 ഹരിക്കണം 18 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യുക? ആദ്യം വരുന്ന ഈ സംഖ്യ അതിനെ സൈനിൻ്റെ ഉള്ളിലെഴുതും. രണ്ടാമത് വരുന്ന സംഖ്യയെ സൈനിൻ്റെ പുറത്തെഴുതും. ഇനി ഈ 3-ൽ 18 ഉണ്ടോ നോക്കും. ഉണ്ടോ? 3-ൽ 18 ഇല്ല. 31-ൽ 18 ഉണ്ടോ? ഉണ്ട്. എത്ര പ്രാവശ്യമുണ്ട്? ഒരു പ്രാവശ്യം ഏതായാലും ഉണ്ട്. 2 പ്രാവശ്യം ഉണ്ടോ? അങ്ങനെ ഡൗട്ടുള്ളവർ എന്ത് ചെയ്യുക? 18 ഇവിടെ പോയിട്ട് ഗുണിച്ച് നോക്കുക. 2 × 8 16, 6 എന്ന് എഴുതുക. ബാക്കി 1, 1 × 2 2, 2 + 1 3, 36. നമുക്കിവിടെ 31 എന്നുള്ളത്. ഈ 31ൻ്റെ താഴെ 31 അതിൽ താഴെയുള്ള നമ്പറേ വരാൻ പാടുള്ളൂ. അതായത് 31, 30, 20, 20, 25 അങ്ങനെയൊക്കെയുള്ള നമ്പറേ വരാൻ പാടുള്ളൂ. അല്ലാതെ 31-ൽ കൂടുതൽ വരാൻ പാടില്ല. കാരണം നമ്മളിവിടെ കുറക്കും. അപ്പോൾ ഈ 36-നെ ഇവിടെ എഴുതാൻ പാടില്ല. അപ്പോൾ 2 എടുക്കാൻ പാടില്ല. പിന്നെ എന്താ എടുക്കാൻ പാടുള്ളൂ? 1. അപ്പോൾ ഈ 31-ൽ എത്ര 18 ഉണ്ട്? 1. ഈ 1-ൻ്റെ നേരെ മുകളിൽ പോയിട്ട് 1 എന്ന് എഴുതുക. 1 × 18 18. ഇത് തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന ഉത്തരമാണ് നമ്മളിവിടെ എഴുതുക. ഇനി 31-ൽ നിന്ന് 18-നെ കുറക്കുക. 1-ൽ നിന്ന് 8-നെ കുറക്കുക. 1-ൽ നിന്ന് 8-നെ കുറക്കാൻ പറ്റുമോ? ഇല്ല. 1 ചെറിയ സംഖ്യ, 8 വലിയ സംഖ്യയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1-ൻ്റെ തൊട്ടടുത്തുള്ള ഈ ആളടുത്ത് നിന്ന് ഒരു നമ്പർ, അതായത് ഒരു 1-നെ കടം വാങ്ങും. 1 എന്ന് പറഞ്ഞാൽ ശരിക്കും അത് 10ആണ്. അപ്പോൾ ഈ 1 11 എന്നാകും. ഈ 3 2 എന്നാകും. 11-ൽ നിന്ന് 8-നെ കുറക്കുക. 8-നെ 11-ൽ നിന്ന് കുറച്ച് എന്താ കിട്ടുക? 3. 2-ൽ നിന്ന് 1 കുറക്കുക. 1. ഇനി ഈ 5-നെ അങ്ങോട്ട് ഇറക്കിയിടണം. 5-നല്ല, സോറി, ഈ 9-നെ. 139 എന്നായി. 139-ൽ എത്ര 18 ഉണ്ട്? നമ്മളൊരു ഊഹത്തിൽ ചെയ്ത് നോക്കാം കേട്ടോ. 18 × 5 ചെയ്ത് നോക്കുക. 5 × 8 40, 0 ചേർത്ത് ബാക്കി 4. 1 × 5 5, 5 4 9, 90. ഇത് 139 ഉണ്ട്. ഇത് 90 ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു 7 കൊണ്ട് ചെയ്ത് നോക്കുക. 7 × 8 56, 6 എന്ന് എഴുതി ബാക്കി 5. 1 × 7 7, 7ഉം 5ഉം 12, 126. 7. ഇനി 8 ചെയ്യുകയാണെങ്കിൽ 139-ൽ കൂടുതൽ വരും. നിങ്ങൾ ചെയ്ത് നോക്കുക. 18 × 8 ചെയ്താൽ 139-ൽ വലിയ നമ്പർ വരും. അപ്പോൾ നമുക്ക് 7 എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ 9-ൻ്റെ മുകളിൽ 7 എന്ന് എഴുതി. 7 × 18 126. 9 - 6 3, 3 - 2 1, 1 - 1 0. അതെഴുതണോ? എഴുതണ്ട. ഇനി നമുക്ക് 5-നാണ് ഇറക്കിയിടാള്. 5-നെ ഇറക്കിയിട്ട് അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ. ആ പോയിൻറ്റിനെ ഇങ്ങോട്ട് ഇടണോ? വേണ്ട. പക്ഷേ ആ പോയിൻറ്റിനെ മുകളിൽ കൊണ്ടുപോയിട്ട് ചേർക്കണം. അത് മറക്കരുത്. അത് മറന്നാൽ ആകെ തെറ്റി. ഇനി 135-ൽ എത്ര 18 ഉണ്ട്? നമ്മളിവിടെ 139-ൽ കണ്ടില്ലേ? എത്ര? 7. അപ്പോൾ 135-ലും 7 തന്നെ ആവും. 7 × 18 100 എന്താ കിട്ടുക? 126. ഇതിന് മുമ്പ് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അത്. ഇനി കുറക്കുക. 5-ൽ നിന്ന് 6-നെ കുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ 1-നെ കടം വാങ്ങിയിട്ട് ബോറോ ചെയ്തിട്ട് 5-നെ 15 ആക്കും. 3 2 ആകും. 15-ൽ നിന്ന് 6 കുറക്കുക. 9. 2-ൽ നിന്ന് 2 കുറച്ചാൽ 0, 1-ൽ നിന്ന് 1 കുറച്ചാൽ 0. ഇനി 0 ഉള്ളത് ആ 0-നെ ഇറക്കിയിട്ട് 90. 90-ൽ എത്ര 18 ഉണ്ട്? ഇത് അവിടെ നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ 5 × 18 90. 90 - 90 0. ഇതിൻ്റെ ആൻസർ 17.75.